തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ മൃതദേഹം സ്കൂളിലേക്ക് എത്തിച്ചേരുകയാണ്. വിലാപയാത്രയായാണ് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. താൻ പഠിച്ച തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാലയത്തിലേക്ക് ഏറ്റവും ഒടുവിൽ മിഥുൻ കടന്ന് എത്തുകയാണ്. ഒട്ടേറെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി മിഥുൻ യാത്ര പറയുമ്പോൾ മിഥുന് വിട ചൊല്ലാനായി അവിടെ പ്രിയപ്പെട്ട കൂട്ടുകാരും അധ്യാപകരും നാട്ടുകാരും ഒക്കെയുണ്ട്. വലിയൊരു ജനാവലി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന കാഴ്ച. കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ വലിയ ജനക്കൂട്ടം അവിടെ കാത്തു നിൽപ്പുണ്ട്. മിഥുൻ ഇനി ഓർമ്മയാണ്, മിഥുനില്ല തങ്ങൾക്കൊപ്പം എന്നുള്ളത് ഉൾക്കൊള്ളാൻ, ആ ആഘാതത്തിൽ നിന്ന് മോചിതരാകാൻ ഇനിയും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ജനപ്രതിനിധികൾ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അധ്യാപകരൊക്കെ കണ്ണുനീർ വാർക്കുന്നു. അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഒരു തീരാ നോവായി മാറിയിരിക്കുകയാണ്. അമ്മ അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരും. അല്പസമയത്തിനകം പൊതുദർശനം ആരംഭിക്കും തേവലക്കര ബോയ്സ് സ്കൂളിൽ, മിഥുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാലയത്തിൽ. അരുൺ രാജ് വിശദാംശങ്ങളുമായി. അരുൺ, വലിയ മഴയാണ്. ആ മഴയെ വകവയ്ക്കാതെ മിഥുനെ അവസാനമായി കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒട്ടേറെ പേർ അവിടെ കാത്തു നിൽപ്പുണ്ട്. തീർച്ചയായും അനുജ, അത് വാക്കുകൾക്ക് അപ്പുറമാണ്. അതെങ്ങനെ ആ വൈകാരികമായ മുഹൂർത്തങ്ങളെ, ആ വേദനയെ വിവരിക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം അത്രത്തോളം മാനസികമായ വേദനയിലാണ് ഓരോരുത്തരും. കാരണം ഒരു 13 വയസ്സുകാരൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ചെറിയ വികൃതികളുണ്ടാകാം, കളികളുണ്ടാകാം, പഠനത്തിലുള്ള മികവുണ്ടാകാം, എല്ലാം അങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി അവന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടി വരുന്നത്. ഞാൻ ഇവിടേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ കണ്ട കാഴ്ച, ഈ സ്കൂളിലെ NCCയുടെ പട്ടിക പുറത്തിറക്കിയപ്പോൾ 37ാമത്തെ പേരുകാരനായി മിഥുൻ എന്ന ആ വിദ്യാർത്ഥി ഈ സ്കൂളിൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. അവൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുവാൻ പോയെടുത്താണ് ആ യാത്ര അവസാനിച്ചത് എന്നുള്ളതാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അങ്ങനെ ആ പഠനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവൻ്റെ സ്വപ്നങ്ങളിലേക്ക് യാത്രയാകുന്നു. അവൻ്റെ ജീവിതം അവസാനവും അവിടെ തന്നെ ഉണ്ടാകുന്നു. എങ്ങനെ അതിനെ പറയണമെന്നറിയില്ല. നമ്മുടെ മനസ്സുപോലും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. വാക്കുകൾക്ക് അപ്പുറമാണ് ആ വിവരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മഴയത്ത് പോലും ഇവിടേക്കെത്തിയ ഓരോരുത്തരും ആ മിഥുൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ്. തങ്ങൾക്ക് നേരിൽ പരിചയമില്ലെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് 2 ദിവസമായി ആ മണിക്കൂറുകളായി തങ്ങൾ കേട്ട ആ മിഥുൻ എന്ന വിദ്യാർത്ഥി അധ്യാപകർക്ക്, തങ്ങളുടെ സഹപാഠികൾക്ക്, ഈ നാടിന് എത്രത്തോളം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് അവസാനമായി മിഥുനെ കാണണമെന്ന് ആഗ്രഹിച്ച, ഇതുവരെ മിഥുനെ കാണാത്ത ഒരുപാട് പേർ ഈ സ്കൂളിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട്. ഈ നേരത്തെ വലിയ വിമർശനങ്ങളടക്കമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നലെ വരെ സമരം കണ്ട ഈ മണ്ണാണ്. ഇന്നലെ വരെ വലിയ രോക്ഷമുണ്ടായതാണ്. പക്ഷേ ഇന്നെല്ലാം മറന്ന് അവന് മനോഹരമായ ഒരു യാത്ര നൽകുവാൻ, അന്ത്യമൊഴി ചൊല്ലുവാൻ ഇവിടേക്ക് എത്തുന്നവരുടെ എല്ലാം മുഖത്ത് ആ വേദന അത്രത്തോളമുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ, നമ്മളോട് സംസാരിച്ചവരെല്ലാം പറഞ്ഞതുപോലെ, സ്കൂൾ പ്രവേശനോത്സവത്തിലടക്കം ഇവിടേക്ക് എത്തിയ മിഥുനുണ്ടായിരുന്ന സ്വപ്നങ്ങൾ അത് പകുതി വഴി ഉപേക്ഷിച്ചു. പക്ഷേ ഇപ്പോഴും അവൻ്റെ സഹപാഠികൾ പറയുന്നത് പോലെ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനിങ്ങനെ തീരാനോവായി, തീരാവേദനയായി നിലനിൽക്കും. മരണം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കാത്ത, മരണം ഇപ്പോഴും നടന്നു, മിഥുൻ ഞങ്ങളോടൊപ്പം ഇല്ല എന്ന് കരുതുന്ന, അങ്ങനെ കരുതാൻ കഴിയാത്ത ഒരുപാട് പേർ ഇവിടെയുണ്ട്. കാരണം നമ്മളോട് അല്പസമയം സംസാരിച്ച അവൻ്റെ ആ ഫുട്ബോൾ കളിക്കാരനായ അവൻ്റെ കൂട്ടുകാരൻ, അവൻ പറഞ്ഞത്, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അവൻ പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവൻ്റെ സഹപാഠികളുണ്ട്. മറ്റൊരു സഹപാഠിക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ അതിന് മുകളിലേക്ക് കയറി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടേണ്ടി വന്ന അത്രത്തോളം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പ്രിയപ്പെട്ടവനായിരുന്ന ആ 13 വയസ്സുകാരൻ അവസാനമായി ഈ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് അവൻ പോകുന്നത്. അവൻ ഒരുപാട് സ്വപ്നങ്ങൾ തേടിയാണ് ഈ സ്കൂളിലേക്ക് വന്നത്. ആ സ്വപ്നങ്ങളൊന്നും പോകണിയാതെ അവസാനം ചേതനയേറ്റ് ഇറങ്ങലിച്ച ശരീരവുമായി ഈ സ്കൂളിലേക്ക് എത്തുകയാണ്. എത്തുമ്പോൾ അവന് ഏറ്റവും നല്ലൊരു യാത്രാമൊഴിയേകുവാനാണ് ഈ ജനക്കൂട്ടം ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. അത് മഴ പലകുറി വലിയ തോതിൽ പെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ നാടിൻ്റെ വേദന ഒന്നാകെ പെയ്തൊഴിയുകയാകാം. പക്ഷേ ആ പെയ്തിറങ്ങുമ്പോഴും ആ ജനം അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇവിടെ എത്തി അവനൊരു യാത്ര ഏകുവാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിഥുനെ ഒരിക്കൽ പോലും കാണാത്ത, നമ്മളടക്കമുള്ള ജീവനോടെ കാണാത്ത ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ അവൻ നമ്മളിൽ അറിഞ്ഞ, കഴിഞ്ഞ 2 ദിവസമായി അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ അറിഞ്ഞ, അവൻ വരുന്ന ചുറ്റുപാടുകൾ അറിഞ്ഞ ഒരുപാട് പേർ അവനെ ഒന്ന് കാണണം, ഒരിക്കലെങ്കിലും അവനെ കണ്ട് അത് അവസാനമായി കണ്ടൊരു യാത്ര അവന് പറയുവാൻ അങ്ങനെ ഒഴുകിയെത്തിയവരാണ് ഈ കാണുന്നവരെല്ലാം തന്നെ.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ സമരങ്ങളിലല്ല, പക്ഷേ ഇപ്പോൾ അവർക്ക് ഒറ്റാഗ്രഹമേ ഉള്ളൂ. തങ്ങൾ ഇന്നലെ വരെ മനസ്സിലാക്കിയ ആ മിഥുൻ എന്ന ആ 13 വയസ്സുകാരൻ, അവന് മനോഹരമായി ഈ സ്കൂളിൽ നിന്ന് അവസാനമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മനോഹരമായൊരു യാത്രയയപ്പ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമാണിനി. ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക. ഇന്നലെ അടക്കം വിവിധ സർക്കാർ സംവിധാനങ്ങൾ സഹായങ്ങളടക്കം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറം ഇനി ആ കുടുംബത്തെ ചേർത്ത് നിർത്തേണ്ടത് ഒരു സമൂഹത്തിൻ്റെ കൂടി ബാധ്യതയാകുന്നുണ്ട്. അത് ആ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയായി മാറുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത്. വലിയ ജനസമൂഹം, വലിയ ജനബാഹുല്യം ഈ സ്കൂളിൻ്റെ പരിസരത്തും ഈ സ്കൂൾ കോമ്പൗണ്ടിലും എല്ലാം ഉണ്ട്. അധ്യാപകരോടൊന്ന് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും ചോദിക്കാൻ കഴിയുന്നില്ല. പല അധ്യാപകരും പൊട്ടിക്കരയുകയാണ്. പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ അടക്കമുണ്ടെങ്കിലും അവർ പോലും ഇന്നിവിടേക്ക് എത്തി തൻ്റെ പ്രിയപ്പെട്ട മകന് ആ യാത്ര നൽകുവാൻ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ മിഥുൻ ഈ നാടിൻ്റെ, ഈ കേരളത്തിൻ്റെ മകനാണ് എന്നുള്ളതാണ്. ആ മകന് അവസാനമായി യാത്രയയപ്പ് നൽകാനാണ് ഈ ജനം മുഴുവൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അനുജ, ഇതിനെ അവസാനമായി കാണാൻ കാത്തു നിൽക്കുന്ന ജനാവലി, വൻ ജനാവലിയുടെ ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. മറുഭാഗത്ത് മിഥുൻ്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ അച്ഛൻ തൻ്റെ ചേതനയേറ്റ മകൻ്റെ ശരീരം വരുന്നതായി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പട്ടാളക്കാരനാകണം എന്നുള്ളതായിരുന്നു മിഥുൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെ NCC ഉള്ള സ്കൂളിൽ ചേരണം എന്നവൻ ആഗ്രഹിച്ചു. തേവലക്കര സ്കൂളിൽ പഠിക്കാനെത്തുന്നു. NCCയിൽ ഇപ്പോൾ അരുൺരാജ് സൂചിപ്പിച്ചതുപോലെ 35ാമത്തെ പേരുകാരനായി മിഥുൻ ഉണ്ട്. തൻ്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ അവൻ പാതി വഴിയിൽ മടങ്ങുകയാണ്. വെള്ളയപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ്. അത് വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ തനിക്ക് ബാക്കി വച്ചേക്കണമെന്ന് അനുജനോട് പറഞ്ഞിട്ടാണ് അവൻ ആ ദിവസം സ്കൂളിലേക്ക് പുറപ്പെട്ടത്. നേരത്തെ വരാം എന്ന് അമ്മൂമ്മയ്ക്ക് വാക്കും നൽകി അവൻ സ്കൂളിലേക്ക് പോയതാണ്. പക്ഷേ അവൻ്റെ വരവ് ഈ രീതിയിലായിരുന്നു. ചേതനയേറ്റ ശരീരമായി ഇന്നവൻ അവൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. വിദേശത്ത് നിന്ന് അമ്മ എത്തുമ്പോൾ ചേതനയേറ്റ മകൻ്റെ മൃതദേഹമാണ് കാണാൻ പോകുന്നത്. ഏറ്റവും വൈകാരികമായ ചില നിമിഷങ്ങൾ നമ്മൾ അല്പസമയം മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ടിരുന്നു. അവരോട് മരണവിവരം കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തു. അത് അറിയിക്കാതെ നിർവാഹമില്ലായിരുന്നു എന്നാണ് വാർഡ് മെമ്പർ നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്.